ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഫുൾ ഡേ റൂട്ടീനുമായിട്ടാണ്. ഇതിൽ ഈസി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, സാൻഡ്വിച്ച് റെസിപ്പി കാണിക്കുന്നുണ്ട്, പിന്നെ ഈസി ടിഫിൻ ബോക്സ് റെസിപ്പിയും ലഞ്ച് റെസിപ്പിയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കാക്ക കൊടുത്ത് ഗിഫ്റ്റും കാണണ്ടേ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അന്നത്തെ ദിവസം ഇട്ട സൽവാർ കാണിക്കട്ടോ. ഇതിപ്പം എനിക്കൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് സൽവാർ മെറ്റീരിയൽ അങ്ങനെ അയച്ചെന്നതാണ്. എന്നിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത ശേഷം കേട്ടോ നിങ്ങൾക്ക് ഷെയർ ആക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ, അടിപൊളി മെറ്റീരിയലാണ്. അപ്പോൾ ഇവരുടെ കയ്യിൽ സൽവാർ മെറ്റീരിയൽ മാത്രമല്ല, റെഡിമെയ്ഡും സെമി പാർട്ടി വെയറും ഡെയിലി വെയറും അങ്ങനെ അത്യാവശ്യം എല്ലാ കളക്ഷൻസും ഉണ്ട് കേട്ടോ ഇവരുടെ കയ്യിൽ. പിന്നെ ഇവരുടെ മെയിൻ പ്രത്യേകത അഫോർഡബിൾ റേറ്റിനാണ് കേട്ടോ ഇവർ സാധനങ്ങൾ കൊടുക്കുന്നത്, ഡ്രസ്സ് കൊടുക്കുന്നത്. മറ്റ് പേജിനെ അപേക്ഷിച്ചിട്ട് നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ. സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന റേറ്റിലാണ് ഇവരുടെ ഡ്രസ്സെല്ലാം വരുന്നത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം. വാട്സപ്പ് നമ്പറും ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്കും എല്ലാം കൊടുക്കാം കേട്ടോ. പിന്നെ എനിക്ക് ഈ ഒരു ടൈപ്പിലാണ് കേട്ടോ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാൻ ഇഷ്ടം. പിന്നെ ഇതാണ് ഷാൾ വരുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട്, ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, വിശ്വസിച്ചിട്ട് വാങ്ങാനും പറ്റും. അപ്പോൾ ഇത് മാത്രമല്ല, ഒരുപാട് കളക്ഷൻസ് ഇവരുടെ കയ്യിലുണ്ട്, നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യാം. അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ സുബഹി നമസ്കാരവും ഒത്തും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഇതാ കിച്ചണിലേക്ക് വന്നതാണ്. ഞാനിപ്പോൾ ഇതാ ആദ്യം തന്നെ അരി ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കലാണ്. അരി വേവിച്ചിട്ട് എന്താ പറയുക, നമ്മൾ ഫ്രൈഡ് റൈസ് എല്ലാം ചെയ്യൂലേ അതുപോലത്തെ ഒരു റൈസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം അരി വേഗം വെന്ത് വരണ്ടേ. അപ്പോൾ ഇതാ ആദ്യം തന്നെ അരി വേവിക്കാൻ വെക്കലാണ്. ഞാനിപ്പോൾ ഇതാ കുറച്ച് വെള്ളം അടുപ്പത്ത് വെക്കുന്നുണ്ട്. പിന്നില്ലേ നമ്മൾ എപ്പോഴും രാവിലെ എണീച്ച പാടെ ടിഫിൻ ബോക്സിലേക്കുള്ള കാര്യങ്ങൾ ആദ്യം റെഡിയാക്കി കഴിഞ്ഞാൽ നല്ല ഈസി ആയിരിക്കും കേട്ടോ. ഞാൻ ഇന്ന് സാൻഡ്വിച്ചാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത്. പിന്നെ ഉച്ചയ്ക്ക് കിടക്കുമെന്ന് കേട്ടോ ഈ ഒരു റൈസ് റെഡിയാക്കുന്നത്. അപ്പം നമ്മൾ ഫ്രൈഡ് റൈസിനെല്ലാം ചെയ്യുമ്പം കുറച്ച് മുമ്പേ റൈസ് എന്താ പറയുക, തണിഞ്ഞ റൈസല്ലേ വേണ്ടേ. അതുകൊണ്ടാണ് ഞാൻ വേഗം തന്നെ ഈ ഒരു റൈസ് റെഡിയാക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇതാ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കലാണ്. എന്നിട്ട് തിളപ്പിച്ച് എടുക്കലാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത അരിയും കൂടി ഇട്ടിട്ട് ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും, നല്ല അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. ഇനിയിപ്പം വെജീസെല്ലാം എടുക്കലാണ്. പിന്നിലെ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, കുക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ഈസി ആയിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഇതാ കുറച്ച് സ്പ്രിംഗ് ഓണിയനും പിന്നെന്താ 2 ക്യാരറ്റും കുറച്ച് ഉരുളക്കിഴങ്ങെല്ലാം ഒന്ന് എടുത്തിട്ട് തൊലി കളഞ്ഞിട്ട് എന്താ പറയുക കുറച്ച് വെള്ളത്തിൽ കുറച്ച് വിനെഗറും കൂടി ഒഴിച്ചിട്ട് വെക്കലാണ് കേട്ടോ. പിന്നെ ഉരുളക്കിഴങ്ങും 3 മുട്ടയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പം 2 കപ്പ് റൈസിനാണ് ചെയ്യുന്നത്, 2 കപ്പ് ബസ്മതി റൈസിനാണ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് ക്യാപ്സിക്കും 3 മുട്ടയാണ് കേട്ടോ. പിന്നെ ചിക്കനെ ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല, കാര്യം ചിക്കനെ ഞാൻ ഫ്രൈ ചെയ്തിട്ട് റൈസിലേക്ക് വെച്ച് കൊടുക്കലാണ്, എന്താ പറയുക ടിഫിൻ ബോക്സിലേക്ക് വെച്ച് കൊടുക്കലാണ് കേട്ടോ. ആ ഒരു ടൈമിൽ വെജീസെല്ലാം ഞാൻ കുറച്ച് വിനെഗറിൽ വെള്ളത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ അന്നത്തെ ദിവസം 3 മുട്ട ഉണ്ടായിട്ടില്ലോ. എനിക്ക് സാൻഡ്വിച്ചും റെഡിയാക്കണം. ഞാൻ അങ്ങനെ ഇക്കാനോട് അടുത്തുള്ള ഷോപ്പിൽ നിന്ന് മുട്ട വാങ്ങിയിട്ട് വരുമോ ചോദിച്ചിട്ട് അങ്ങനെ കുറച്ച് നേരം പുറത്തുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇക്ക മുട്ട എല്ലാം വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം എല്ലാം കൂടിയിട്ട് സെറ്റാക്കലാണ്. ഇനിയിപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്നത് മുട്ടയും ബ്രെഡും വെച്ചിട്ടാണ് കേട്ടോ.
ഇനിയിപ്പോൾ ഇതാ ഞാൻ മുട്ടയെല്ലാം വേവിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ കുറച്ച് തേങ്ങ എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കലാണ് കേട്ടോ. നമ്മൾ എത്രയാണോ സാൻഡ്വിച്ച് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് തേങ്ങ എടുക്കുക. ഞാനിപ്പം ഒരു 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 4 അല്ല 5 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങയും 2 പച്ചമുളകും എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. 3 വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കൈപ്പിടി നിറയെ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. പുതിന ലീഫ് ഉണ്ടെങ്കിൽ ഒരു 2-3 ലീഫ്, തണ്ടില്ലാണ്ട് 2-3 ഇല മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മൾ ചമ്മന്തിയെല്ലാം ചെയ്യൂലേ അതുപോലെ ഒന്ന് ചതച്ചെടുക്കുക. പിന്നിലെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പം ഞാൻ ക്ലീനിങ്ങും കൂടി അതിൻ്റെ ഇടയിൽ കൂടി ചെയ്യും കേട്ടോ. ഞാൻ വീഡിയോയിൽ ഷെയർ ആക്കാത്തതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളെല്ലാം പോയി കഴിയുമ്പം നല്ല പണിയായിരിക്കും. ഞാനിതാ ചമ്മന്തി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നിലെ ഇത് ബിരിയാണീൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി പിഴിഞ്ഞ് കൊടുക്കുക. ഞാനിപ്പം പിഴിയുന്നില്ല, കാര്യം നമ്മൾ സാൻഡ്വിച്ചിലേക്കല്ലേ. ഇനിയിപ്പോൾ ഇതാ കുറച്ച് കെച്ചപ്പ് വേണം. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ എനിക്ക് ഈ ബ്രെഡിൻ്റെ കൂടെ ഒന്നും ഈ ഒരു കെച്ചപ്പ് കഴിക്കാൻ വേണ്ടിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. ഇങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം ഉണ്ടാകുമ്പം അത് വേണമെന്ന് നിർബന്ധമൊന്നും കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതാ ബ്രെഡും കൂടി എല്ലാം സൈഡ് കട്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ കട്ടാക്കുക. ഞാൻ കട്ടാക്കുന്നൊന്നുമില്ല, കാര്യം ഈ ബ്രെഡിൽ കൊണ്ടുവരുന്ന ടൈമിൽ മൊത്തത്തിൽ ഉടനെ ഒഴിച്ചിട്ടുണ്ടായിന്. അതുകൊണ്ട് പിന്നെ സൈഡും കൂടി കട്ടാക്കി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇതാ ആ ഒരു ടൈമിൽ മുട്ടയും കൂടി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പം മുട്ടൻ്റെ തൊലിയെല്ലാം അങ്ങ് കളഞ്ഞെടുക്കലാണ്. പിന്നിലെ ഞാനൊരു പാർട്ടി വ്ളോഗ് ചെയ്തിട്ടില്ലേ, മുത്തമ്മയും എല്ലാവരും വന്നേരില്ല പാർട്ടി വ്ളോഗ്. അതിൽ നല്ല കോമഡി ഉണ്ടായിട്ടുണ്ടായിന് കേട്ടോ. കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിന്. മാഷാല്ലാ നല്ല നല്ല കമൻറ്റ് വന്നിട്ടുണ്ടായിന് കേട്ടോ. നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിന്. മാഷാല്ലാ എൻ്റെ പാർട്ടി വ്ളോഗിൽ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഞാനൊരു പാർട്ടി വ്ളോഗ് ചെയ്താൽ മാഷാല്ലാ 10 ലക്ഷം ആൾക്കാരെല്ലാം ഏറ്റെടുക്കുന്ന വീഡിയോസാണത്. താങ്ക് യു സോ മച്ച്. ഏത് പാർട്ടി വ്ളോഗ് ചെയ്താലും മാഷാല്ലാ എല്ലാവർക്കും പാർട്ടി വ്ളോഗ് ഇഷ്ടമെന്ന്, റെസിപ്പീസ് ഇഷ്ടമെന്നെല്ലാം പറയുമ്പം ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പിന്നെ ഞാൻ കോമഡിയാന്ന് പറഞ്ഞിട്ടില്ലേ, ഞാൻ മുത്തമ്മാൻ്റെ വീഡിയോയിൽ ആ ഒരു പാർട്ടി വ്ളോഗ് ചെയ്തിട്ടില്ലേ, അതിൽ ജ്യൂസ് ഉണ്ടാക്കുന്ന ടൈമിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിന് ഫാമിലി ആയതുകൊണ്ട് വെള്ളമൊന്നും ചേർക്കൂലാന്ന്. സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ഉച്ചരിച്ചിട്ടുണ്ടായിന് കേട്ടോ. അതിനൊത്ത് കമൻറ്റ് കണ്ടിട്ട് പിന്നെ വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ ഇർഫാനെ വെള്ളം ചേർക്കുമെന്ന് വെച്ചിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന ടൈം എൻ്റെ മോൻ എൻ്റെ അരിവത്തുണ്ടാവും. എനിക്ക് ഓരോരോ ആവശ്യങ്ങളായിരിക്കും. അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ വീണ്ടും വോയിസ് ഓവർ കൊടുക്കാൻ വരുന്നത്. ഞാനിങ്ങനെ കൃത്യമായിട്ട് അങ്ങനെ കൊടുക്കലില്ല. വൈകുന്നേരം കൊടുക്കും കുറച്ച്, പിന്നെ രാവിലെ കൊടുക്കും, അങ്ങനെ സമയം കിട്ടുമ്പം കൊടുക്കുന്നതാണ് കേട്ടോ. അതാണ് ഞാനിങ്ങനെ പറഞ്ഞത് തന്നെ പറയാനും പിന്നെ വാക്കുകളിങ്ങനെ തെറ്റിപ്പോവാനും കാരണം കേട്ടോ. ആർക്കെങ്കിലും ഇഷ്ടമായിട്ടില്ലെങ്കിൽ സോറി. ഇനിയിപ്പോൾ ഇതാ ഞാൻ മുട്ട നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട് തൊലിയാണിട്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ചമ്മന്തിയില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കലാണ്. എന്നിട്ട് രണ്ടും കൂടി മിക്സാക്കി എടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ രണ്ടും കൂടി മിക്സാക്കി എടുക്കലാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ ആ ഒരു റെസിപ്പി വീഡിയോ ബട്ടർ പത്തിരിയും ചിക്കൻ കുറുമൻ്റെയും റെസിപ്പി ചെയ്തിട്ടില്ലേ, അതിലൊരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിന് സാധാ അരിപ്പൊടി ഇട്ടിട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ ഇത്താന്ന്. ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇളം ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്താൽ മതി. നമ്മൾ കണ്ണൂർ സ്റ്റൈൽ പത്തിരിപ്പൊടിയാണെങ്കിൽ പച്ചവെള്ളത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ പാലിലോ കുഴച്ചെടുക്കുക. നിങ്ങൾ മറ്റ് ആ ഒരു പച്ചരിപ്പൊടിയില്ലേ അത് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ നല്ല തിളച്ച ചൂടുവെള്ളമോ ഇളം ചൂടുവെള്ളമോ അല്ലാന്നുണ്ടെങ്കിൽ തിളച്ച പാലോ ഇളം കുറച്ച് ചൂട് കുറഞ്ഞ പാലും എടുത്തിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ചെയ്തെടുത്താൽ പെർഫെക്റ്റ് ആയിട്ട് വരും. അത് ഞാൻ ആ വീഡിയോയിൽ പറയാൻ വിട്ടുപോയതാണ്. ആരെങ്കിലും കാണാത്തവരാണെങ്കിൽ ഇർഫാന ഷംഷീർ ബട്ടർ പത്തിരി ചിക്കൻ കുറുമ ടൈപ്പ് ചെയ്തതിനാൽ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ബ്രെഡിലേക്ക് കുറച്ച് കെച്ചപ്പ് പുരട്ടി കൊടുക്കലാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മയണൈസ് പുരട്ടി കൊടുക്കാം. പിന്നിലെ ഇതിലേക്ക് കക്കിരി, ഉള്ളി, തക്കാളി എല്ലാം കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഇതിങ്ങനെ തന്നെ കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ.
ഞാനിപ്പോൾ ഇതാ ബ്രെഡിന് മുകളിലായിട്ട് കെച്ചപ്പും പിന്നെ ഈ ഒരു ഫില്ലിങ്ങും വെച്ച് കൊടുത്തിട്ട് വേറൊരു ബ്രെഡ് വെച്ചിട്ട് അടിച്ചു വെക്കലാണ്. ഇതിപ്പം ഞാൻ കുറച്ചധികം തന്നെ റെഡിയാക്കി എടുക്കലാണ്. വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിക്ക്. ഇതിപ്പം ടോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. സത്യം പറഞ്ഞാൽ ടൈമില്ലാത്തതുകൊണ്ടാണ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന ടൈമിലെ വീഡിയോ എടുക്കലും എന്താ പറയുക റെസിപ്പി ഉണ്ടാക്കലും ക്യാമറയും ട്രൈപോഡെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മാറ്റിലെല്ലാം ഭയങ്കര പണിയാണ് കേട്ടോ. ക്യാമറ അല്ല അധികം ആൾക്കാർ ചോദിക്കലുണ്ട് വീഡിയോ ഏതിലാണ് എടുക്കലെന്ന്. iPhone 40 പ്രോയിലാണ് എടുക്കൽ കേട്ടോ. ഇതിലാണ് എഡിറ്റ് ചെയ്യലെന്ന് ചോദിക്കലുണ്ട്. iMovieയിലാണ് കേട്ടോ എഡിറ്റ് ചെയ്യൽ. അപ്പോൾ ഇതാ മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ എന്താ പറയുക നല്ല രസമില്ലേ കാണാൻ വേണ്ടിക്ക്. ഇനിയിപ്പം ചായ കുടിക്കലാണ്. അപ്പം മക്കൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതാ തലേ ദിവസം ചിക്കൻ ഒന്ന് എന്താ പറയുക ഉപ്പും മുളകെല്ലാം പറിച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിന്. ഇനിയിപ്പോൾ ഇതാ ഇത് ഫ്രൈ ആക്കി എടുക്കലാണ്. ഈ ഒരു അഗാരോൻ്റെ എയർ ഫ്രയർ ഉണ്ടായിട്ട് ഭയങ്കര ഹെൽപ്പാണ് കേട്ടോ. ഓയിലില്ലാണ്ട് നമ്മളിപ്പോൾ ചിക്കനെല്ലാം ഫ്രൈ ആക്കുമ്പം അടുപ്പിനെല്ലാം തെറിക്കൂലേ വേഗം ക്ലീൻ ചെയ്യേണ്ടതെന്നെല്ലാം ടെൻഷനാണ്. പിന്നെ ഓയിൽ ഉണ്ടാവുമല്ലോ എണ്ണ കുടിച്ചിട്ടുണ്ടാവുമല്ലോ എന്നെല്ലാം വിചാരിച്ചിട്ട്. ഇത് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, നല്ല ഈസിയാണ്. ഇനിയിപ്പോൾ ഇതാ അത് ഫ്രൈ ആക്കാനിട്ടിട്ട് കുറച്ച് വെജീസെല്ലാം അങ്ങനെ കട്ടാക്കി എടുക്കലാണ്. ഞാൻ നേരത്തെ വെജീസെല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലേ കുറച്ച് വിനെഗറിൽ, എന്നിട്ട് കഴുകിയിട്ട് എല്ലാം കട്ടാക്കി എടുക്കലാണ്. ഞാനിപ്പോൾ ഇതാ 4 ഉരുളക്കിഴങ്ങ് കട്ടാക്കിയിട്ടുണ്ട്. പിന്നെ 2 ക്യാരറ്റ്, 2 ചെറിയ ക്യാരറ്റാണ് കേട്ടോ. എന്നിട്ടിതാ ഞാൻ ആ ഒരു ടൈമിൽ റൈസെല്ലാം ഊറ്റിയെടുത്തിട്ടുണ്ടായിന് കേട്ടോ. എല്ലാം വീഡിയോയിൽ കാണിക്കാത്തതാണ് കാര്യം. വീഡിയോ കൂടുതൽ ലെങ്തി ആവും. പിന്നെ സ്കൂളിൽ പോകുന്ന ടൈം നല്ല തിരക്കല്ലേ, എല്ലാവർക്കും എല്ലാവർക്കും അറിയുന്നതാണ്. കുട്ടികളെല്ലാം സ്കൂളിലാക്കൽ ചെറിയ പണിയൊന്നുമല്ല. എല്ലാ ഭാഗവും നമ്മൾ ശ്രദ്ധിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് സമയത്തിന് അവരെ സ്കൂളിലാക്കാൻ പറ്റും. പിന്നെ രാവിലെ എണീച്ചാൽ മാത്രമേ എന്നിട്ടാ ഇങ്ങനെ നമുക്ക് ഫുഡെല്ലാം റെഡിയാക്കി കൊടുത്തിട്ട് ചൂടുള്ള ഫുഡ് അവരുടെ ടിഫിൻ ബോക്സിൽ കൊടുക്കുകയാണെങ്കിൽ നല്ല സമാധാനമൊന്ന്. ഓരോരുത്തർ മക്കൾ പറയുന്നേക്കാം ഫ്രണ്ട്സ് മാഗി കൊണ്ടുവരുത്തുണ്ട്, ബ്രെഡും ന്യൂട്ടല്ലാണ് കൊണ്ടുവരുത്ത്, അത് മതി എന്നെല്ലാം. പക്ഷെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല കേട്ടോ. രാവിലെ പോയിട്ട് കുട്ടികൾ ഉച്ചവരെ വിശന്നിട്ട് ഉണ്ടാവില്ലേ, എന്നിട്ട് ഇങ്ങനെ ഉണങ്ങിയ ബ്രെഡ് എന്നാണ് നമ്മൾ പറയല്. ഉണങ്ങിയ ബ്രെഡും പിന്നെ ന്യൂട്ടലെല്ലാം കഴിക്കുമ്പം മാഗിയെല്ലാം ആകുമ്പോൾ നല്ലോണം തണ്ണിട്ടുണ്ടാവും. എനിക്കെന്തോ ടെൻഷനാണ്. ഞാനിങ്ങനെ രാവിലെ എണീച്ചിട്ട് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുമ്പം ഒരു സമാധാനമൊന്നും അവർക്ക് കൊടുത്തിട്ട് വിട്ടുകഴിഞ്ഞാൽ. ഞാനിപ്പോൾ ഇതാ പോട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഞാനൊരു 8 അല്ലി വെളുത്തുള്ളിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട്, വെളിച്ചെണ്ണ ചൂടായാലും എന്നിട്ട് കട്ടാക്കി വെച്ച് ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കലാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങൊന്ന് ഫ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. ഇങ്ങനെ ഓയിലിൽ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഫ്രൈ ആക്കി കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ 3 മുട്ട പൊട്ടിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കലാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം ഇങ്ങനത്തെ റൈസ് ചെയ്തിട്ടുണ്ടായിന്. ഇതിപ്പം ചിക്കനില്ലാത്ത റൈസാണ്. ഇത് ഈസിയാണ് കേട്ടോ ചെയ്തെടുക്കാൻ. കുറച്ച് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ക്യാപ്സിക്കെല്ലാം ഉണ്ടെങ്കിൽ എന്നിട്ടിതാ കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് വെന്ത ടൈമിൽ. എന്നിട്ടിതാ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഊറ്റി വെച്ച റൈസില്ലേ, ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ രാവിലെ എണീച്ചപാട് റൈസാണെന്നങ്ങനെ ഊറ്റി വെച്ച് ഇപ്പം നല്ലോണം തണിഞ്ഞിട്ടുണ്ട്. എല്ലാ പണിയും കഴിയുമ്പോഴേക്കും എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ. നമ്മളിങ്ങനത്തെ റൈസ് ഉണ്ടാക്കുമ്പം ഒന്നുകിൽ തലേ ദിവസം തന്നെ ഊറ്റി വെക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ രാവിലെ എണീച്ച ഉടനെ ഈ ഒരു പണി ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് കുറച്ച് സ്പ്രിങ് ഓണിയനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കുക. ആവശ്യത്തിന് ഉപ്പുണ്ടെങ്കിൽ എന്താ പറയുക ഉപ്പ് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി പുലാവ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു ചിക്കൻ ഫ്രൈ എല്ലാം ഉണ്ടെങ്കിൽ, ഇല്ലയെന്നുണ്ടെങ്കിൽ സോയാബീൻ ഫ്രൈ ആക്കിയാലും അടിപൊളിയാണ്. ഇത് വെറുതെ കഴിക്കാനും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, മുട്ടയെല്ലാം ചേർത്തുകൊണ്ട്. പിന്നെ ഇതിൽ ചിക്കന് ചേർക്കുകയാണെങ്കിൽ ചേർത്ത് കൊടുത്തോ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതെല്ലാം സിമ്പിളായിട്ട് റെഡിയാക്കുകയാണെങ്കിൽ എന്താ പറയുക ചിക്കനൊന്നും ഇല്ലാത്തവരും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഐറ്റംസ് അല്ലേ. ഇനിയിപ്പോൾ ഇതാ ടിഫിൻ ബോക്സും എല്ലാം ഒരുക്കി കഴിഞ്ഞാൽ ഒരാശ്വാസമായി. ഈ ഒരു ടൈം നല്ല തിരക്കാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ മോനെ കുളിപ്പിക്കലും, അതിൻ്റെ ഇടയിൽ മോനെ കുളിപ്പിക്കലും ഓൻ്റെ യൂണിഫോം ഇട്ട് കൊടുക്കലും ഓനിക്ക് ഫുഡ് കൊടുക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഞാനൊന്നും വീഡിയോയിൽ ഷെയർ ആക്കാത്തതാണ് കാര്യം. അതെല്ലാം ഷെയർ ആക്കാൻ പോയി കഴിഞ്ഞാലില്ലേ മക്കൾക്ക് ടൈമിന് ക്ലാസ്സിൽ പോകാൻ കഴിയില്ല. ഇനിയിപ്പോൾ ഇതാ മക്കളും എക്കും എല്ലാം പോയിട്ടുണ്ട്. ഇന്ന് മൈസ പോയിട്ടില്ല കേട്ടോ, ഓക്ക് നല്ല പനിയാണ്. ബാക്കി 2 ആളും പോയിട്ടുണ്ട്.
എല്ലാ പണികളും കഴിഞ്ഞ് പിന്നെ ഞാൻ ഉച്ചക്കത്തെ വീഡിയോസ് ഒന്നും ഷൂട്ടാക്കിയിട്ടില്ല കേട്ടോ. കാര്യം ഉച്ചയ്ക്ക് ആ ഒരു റൈസ് തന്നെയാണ് ഉണ്ടായിട്ടുണ്ട്. അതിന് കാര്യമായിട്ട് വിശേഷങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. പിന്നെ ക്ലീനിങ്ങും കിച്ചൺ ക്ലീനിങ്ങും പിന്നെന്താ ബെഡും കാര്യങ്ങളെല്ലാം വിരിച്ച് കഴിഞ്ഞാൽ പിന്നെ പണികളെല്ലാം തീർന്നിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് ഒരു 7 മണിക്കാണ് കേട്ടോ. രാത്രിക്കുള്ള ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതാ കുറച്ച് സ്ട്രോബെറി ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെള്ളത്തിൽ അങ്ങനെ വിനെഗർ ഒഴിച്ചിട്ട് ഇട്ട് വെക്കലാണ് കേട്ടോ. പിന്നെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ല ഇക്കാക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്, അതെന്താണെന്നും ഇക്കാൻ്റെ എക്സ്പ്രഷനും കാര്യങ്ങളും എല്ലാം ഷെയർ ആക്കാമെന്ന്. അതിനു മുമ്പായിട്ട് ഞാൻ ഇക്കാക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പം ഇങ്ങനെ കയ്യിൽ കൊടുക്കണ്ട എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതാ മിൽക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൽ ശരിക്കും ഡാർക്ക് ചോക്ലേറ്റ് അന്ന് വേണ്ടേ. മിൽക്ക് ചോക്ലേറ്റും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക വൈറ്റ് ചോക്ലേറ്റ് എടുക്കുക, എല്ലാം അടിപൊളി തന്നെയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതാ കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഓവൽ വെച്ചിട്ട് മെൽറ്റാക്കി എടുക്കലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡബിൾ ബോയിലിങ് എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ, അങ്ങനെ മെൽറ്റാക്കി എടുക്കുക. ഞാനിപ്പോൾ ഇതാ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് റിഫൈൻഡ് ഓയിൽ, ഏതെങ്കിലും ഓയിൽ ഒഴിക്കുക, വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടില്ല കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക, നല്ലോണം ലൂസാക്കി എടുക്കുക. ഇനിയിപ്പോൾ ഇതാ കുറച്ച് കൊള്ളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുത്തി കൊടുക്കലാണ്. നമ്മൾ മൻഹ പറഞ്ഞ പോലെ മൻഹാൻ്റെ വീഡിയോസ് എന്താ ഇല്ലാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിനി. സത്യം പറഞ്ഞാൽ എക്സാമും തിരക്കെല്ലായിട്ട് പിന്നെ ലീവല്ലായില്ലേ, എനിക്ക് ഓക്കും മടി പിടിച്ചതാണ് കേട്ടോ. ഇൻഷാല്ലാ ചെയ്യാം. പിന്നെ ഞാൻ ഇക്കാക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ലേ, ഇക്ക അറിയാണ്ട് അങ്ങനെ എനിക്കൊരു സാധനം വാങ്ങാൻ പറ്റൂല. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിനി, എനിക്കെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിന്. കാരണം എനിക്ക് അങ്ങനെ നോക്കിയിട്ട് വാങ്ങാനൊന്നും അറിയില്ല. ഇക്ക ആകുമ്പം എല്ലാം ചെക്ക് ചെയ്തിട്ട് വാങ്ങുമല്ലോ. അപ്പോൾ ഇക്ക വാങ്ങിയിട്ട് അങ്ങനെ ഉച്ചയ്ക്ക് എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിന്. അപ്പോൾ ഇക്കാൻ്റെ വിചാരം എനിക്ക് വേണ്ടിക്ക് വാങ്ങിയതാണ്. എനിക്ക് വാങ്ങിയാലും ഇക്ക നല്ല ഹാപ്പിയാണ് കേട്ടോ. കാര്യം എനിക്ക് നല്ല പണിയാണ് ഈ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഫുൾ വീഡിയോസ് ഡിലീറ്റ് ചെയ്തിട്ട് വേണം വേറൊരു വീഡിയോസ് എടുക്കാൻ വേണ്ടിക്ക്. അതുകൊണ്ട് അങ്ങനത്തെ കാരണങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് എനിക്ക് എന്താ പറയുക എനിക്ക് ഫോൺ വാങ്ങണമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ വാങ്ങിയത്. സത്യം പറഞ്ഞാൽ ഇക്കാക്ക് വേണ്ടിക്ക് വാങ്ങിയതാണ്. ഇക്ക അറിയില്ല. അപ്പോൾ ഇക്കാക്ക് കൊടുക്കുമ്പോൾ ഒന്ന് സ്പെഷ്യലായിട്ടെല്ലാം കൊടുക്കാമല്ലോ. കാര്യം ഇക്ക ഏതായാലും ഫോൺ കണ്ടതാണ്. അപ്പം ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് അടിപൊളിയാക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇക്ക കൂടുതൽ ഹാപ്പി ആവുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ കൊടുക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇക്കാക്ക് ഇത്രയും വില കൂടിയ ഗിഫ്റ്റ് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഷർട്ടോ വാച്ചോ ഷൂസോ അങ്ങനെ എന്തെങ്കിലും ആണ് കൊടുക്കൽ. പിന്നെ നമ്മൾ ബർത്ത്ഡേ ഒന്നും അങ്ങനെ ആഘോഷിക്കലില്ല, ഇക്കാക്ക് ഇഷ്ടമല്ല. പിന്നെ മക്കളെ നിർബന്ധിക്കും, സങ്കടം പറയും. ക്ലാസ്സിലത്തെ എല്ലാവരും ബർത്ത്ഡേ ആഘോഷിക്കലുണ്ട്, അവർ കേക്ക് മുറിക്കലുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ സങ്കടം മാറ്റാൻ വേണ്ടിക്ക് എന്തെങ്കിലും കേക്ക് ഞാൻ ഉണ്ടാക്കും. ഇതിപ്പോൾ ഇക്കാൻ്റെ ബർത്ത്ഡേ ഒന്നുമല്ല കേട്ടോ, ഇക്കാൻ്റെ ബർത്ത്ഡേൻ്റെ കാര്യമൊന്നും ഞാൻ പറഞ്ഞേ. കുട്ടികളുടെ ബർത്ത്ഡേ എല്ലാം വന്നാൽ അങ്ങനെ എന്തെങ്കിലും കേക്കെല്ലാം ഉണ്ടാക്കും. എന്നിട്ട് അങ്ങനെ നമ്മൾ കട്ട് ചെയ്യും. ആരും വിളിക്കലോ സെലിബ്രേറ്റ് ചെയ്യലോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇക്കാക്ക് ഇഷ്ടമില്ലാത്ത കാര്യമൊന്നും അങ്ങനെ ഒരു ആഘോഷം ഇല്ലയെന്ന് കേട്ടോ ഇക്ക പറയൽ. ഓരോരാൾക്കാരെ വിശ്വാസമല്ലേ. എന്നാലും കുട്ടികൾ നിർബന്ധിക്കുന്നതുകൊണ്ട് അങ്ങനെ ഓർക്ക് വേണ്ടിക്കൊരു കേക്കെല്ലാം ഉണ്ടാക്കലുണ്ട് കേട്ടോ. ഓർക്ക് സങ്കടം വേണ്ട. ഇപ്പം എല്ലാവരും കേക്ക് കട്ട് ചെയ്യലും കാര്യങ്ങളെല്ലാം ഉള്ളതല്ലേ. അപ്പം അങ്ങനെ സങ്കടം വേണ്ട, നമ്മൾ മാത്രം ചെയ്യാത്തൊരു വിഷമം വേണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ കേക്ക് ഉണ്ടാക്കി കൊടുക്കൽ മാത്രമേ ചെയ്യൽ. ഞാനിപ്പോൾ ഇതെല്ലാം സെറ്റാക്കിയിട്ട് ഫോണ് ഒന്ന് കവർ ചെയ്തിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇതാ രാത്രിയൊക്കെ മോനെ പഠിപ്പിക്കലാണ്, മക്കളും എല്ലാവരും പഠിക്കലാണ് കേട്ടോ. അപ്പം കുറച്ച് ടൈമൊക്കെ അങ്ങനെ മോനെ പഠിപ്പിക്കാനിരുത്തലുണ്ട്. ഞാനും പഠിപ്പിക്കാനിരുത്തും. രണ്ടാളും കൂടി അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ കുറേ ലീവും ആയി കേട്ടോ. എനിക്ക് കുറേ എഴുതാനും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് കൊടുത്തേരം. ഫോണൊക്കെ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. കാര്യക്കില്ലേ എന്താ പറയുക ഈ ഒരു സ്ട്രോബെറി കഴിക്കുന്ന തിരക്കിലാണ്. ഇക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ പറയലാന്ന് ആ ഒരു ഗിഫ്റ്റ് എടുക്കാന്ന്. കാര്യമൊക്കെ ശ്രദ്ധിക്കുന്നേ ഇല്ല ആ ഒരു ഗിഫ്റ്റിൻ്റെ കാര്യം ഒക്കെ കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. എന്നിട്ടിതാ ഞാൻ ഗിഫ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ എന്താണെന്നല്ലോ എന്നിട്ട് എന്നോട് ചോദിക്കുന്നത്. എന്നിട്ട് പറയലാന്ന് മൊബൈലോ ഇത് നിനക്ക് വേണ്ടിക്ക് വാങ്ങിയതല്ലേ. എന്നിട്ട് ഞാൻ പറഞ്ഞാൽ ഇത് ഇക്കാർക്ക് വേണ്ടിക്ക് വാങ്ങിയതാണെന്ന് ഞാൻ ഇക്കാനെ പറ്റിച്ചതാണല്ലോ. ഒക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞു വേണ്ടാടാ എനിക്ക് വേണ്ട, നീ എന്നെ എടുത്തോന്ന് എനിക്കെല്ലാം ആവശ്യമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട ഇക്കന്നെ എടുത്തോ. അങ്ങനെ എനിക്കങ്ങനെ ഇക്ക പറഞ്ഞ് രണ്ടാൾക്കും കൂടി യൂസ് ചെയ്യാം, നിനക്കല്ലേ കൂടുതൽ വീഡിയോസ് ചെയ്യാൻ ആവശ്യമെന്ന്.
അങ്ങനെതാ ഇത് ഓപ്പൺ ആക്കലാണ് കേട്ടോ. ഐഫോൺ 50 Pro Max ആണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിന്. ഞാൻ ആദ്യമായിട്ടാണ് മഷാല്ല ആദ്യമായിട്ടാണ് കാക്ക് ഇത്രയും വില കൂടിയ ഗിഫ്റ്റ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിന്, എനിക്കും നല്ല ഹാപ്പി ആയിട്ടുണ്ടായിന് കേട്ടോ. മഷാല്ല അൽഹംദുലില്ലാ കാക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അൽഹംദുലില്ലാ. നമുക്ക് സ്വന്തമായിട്ട് ഏണിങ്സ് എല്ലാം ഉണ്ടാകുമ്പോൾ നമ്മൾ ഹസ്ബൻഡിന് ഗിഫ്റ്റ് കൊടുക്കാന്ന് പറയുമ്പോൾ നമുക്കെപ്പോഴും ഇങ്ങോട്ടല്ലേ ഗിഫ്റ്റ് കിട്ടുക, അങ്ങോട്ട് കൊടുക്കുമ്പം വേറെ ഒരു സന്തോഷമായിരിക്കും. ഇനിയിപ്പോൾ ഇതാ ബ്ലൂ കളറാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിന്. പിന്നെ 1 TB ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെയാണ്. പിന്നെന്താ, നമ്മളൊരു യാത്ര പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഫാമിലി ആയിട്ട്. ഇൻഷാ അല്ലാ അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത് വരാം കേട്ടോ. പെട്ടി പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ അടുത്ത് തന്നെ വരും. നാളെ ഇൻഷാ അല്ലാ നാളെ എങ്ങാനും വരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാ അസ്സലാമു അലൈക്കും, ബൈ.